നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ഷേത്രം കരിക്കികം ചാമുണ്ഡി ദേവി ക്ഷേത്രം ആണ്. തിരുവനന്തപുരം നഗരത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് പാർവതി പുത്തനാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കരിക്കികം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിന് ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഭക്തർക്ക് വലിയ വിശ്വാസമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നിലവിലുള്ള പ്രധാന ഐതിഹ്യം കുഞ്ചിച്ചിറ കുടുംബത്തിലെ ഒരു കാരണവരുമായി ബന്ധപ്പെട്ടതാണ്. മന്ത്രതന്ത്രാദികളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ കാരണവർ ദേവിയുടെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രീതയായ ദേവി തന്റെ സാന്നിധ്യം കരിക്കകത്ത് ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് സ്വപ്ന ദർശനം നൽകി. തുടർന്ന് കാരണവർ ദേവിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് തന്റെ പറമ്പിൽ കരിക്കകത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്നും പ്രധാന ശ്രീകോവിലിൽ ആരാധിക്കപ്പെടുന്നത്. കരിക്കകം ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒരേ വളപ്പിൽ തന്നെ ദേവിയെ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുന്നു എന്നതാണ്. ഇതിന് പിന്നിലും പ്രത്യേക വിശ്വാസങ്ങളുണ്ട്. ചാമുണ്ഡി ദേവി പ്രധാന ശ്രീകോവിലിൽ ശാന്ത സ്വരൂപിണിയായി കുടികൊള്ളുന്നു. ഭക്തരുടെ എല്ലാ വിഷമങ്ങളും കേൾക്കുന്ന അമ്മയായിട്ടാണ് ഈ ഭാവത്തെ കണക്കാക്കുന്നത്. രക്തചാമുണ്ഡി ഉഗ്രഭാവത്തിലുള്ള ദേവിയാണിത്. ഈ നടയിൽ ചുവരിലാണ് ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ രൂപം വരച്ചു വെച്ചിരിക്കുന്നത്. നീതിക്കും സത്യം തെളിയിക്കാനും രക്തചാമുണ്ഡിയെയാണ് ഭക്തർ ആശ്രയിക്കുന്നത്. ബാലചാമുണ്ഡി ദേവിയുടെ ബാല്യകാലഭാവം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കായി ഇവിടെ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നു. കരിക്കകം ക്ഷേത്രത്തെ ലോക പ്രശസ്തമാക്കിയത് ഇവിടുത്തെ രക്തചാമുണ്ഡി നടയിലെ സത്യം ചെയ്യലാണ്. പണ്ട് കോടതികൾ വ്യാപകമാകുന്നതിനു മുൻപ് വലിയ കുറ്റകൃത്യങ്ങളിൽ സത്യം തെളിയിക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും ഈ നടയെ ആശ്രയിച്ചു. ഐതിഹ്യം രക്തചാമുണ്ഡിക്ക് മുന്നിൽ നിന്ന് കള്ളം പറഞ്ഞാൽ ദേവിയുടെ കോപം ഉണ്ടാകുമെന്നും അപ്പോൾ തന്നെ രക്തം ഛർദ്ദിച്ചു മരിക്കുമെന്നും ഒരു വിശ്വാസം അക്കാലത്ത് നിലനിന്നിരുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട ആളെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് നനഞ്ഞ വസ്ത്രങ്ങളോടെ നടയിൽ നിർത്തി കൈ കഴുകി സത്യം ചെയ്യിക്കുമായിരുന്നു. പല കുറ്റവാളികളും ഇവിടെ എത്തുമ്പോൾ സത്യം വിളിച്ചു പറയുമായിരുന്നു. ഇന്നും തർക്കങ്ങൾ പരിഹരിക്കാൻ വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. കരി അല്ലെങ്കിൽ കറുത്ത കല്ല് ഉള്ള അകം അല്ലെങ്കിൽ സ്ഥലം എന്നതിൽ നിന്നും അല്ലെങ്കിൽ കരിമ്പിൻ തോട്ടങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലോ ആകാം കരിക്കകം എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ 3 ഭാവങ്ങൾക്കും വ്യത്യസ്തമായ വഴിപാടുകളാണ് ഭക്തർ സമർപ്പിക്കാറുള്ളത്. രക്തപുഷ്പാഞ്ജലി ശത്രുദോഷം മാറുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനുമായി രക്തചാമുണ്ഡിക്ക് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ചുവന്ന തെച്ചിപ്പൂക്കൾ കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. സുയമ്പാല് പായസം പ്രധാന ദേവിക്ക് ചാമുണ്ഡി ദേവിക്ക് അർപ്പിക്കുന്ന വിശേഷപ്പെട്ട നിവേദ്യമാണിത്. ഐശ്വര്യത്തിനും കുടുംബ സമാധാനത്തിനുമായി ഭക്തർ ഇത് വഴിപാടായി നടത്തുന്നു. നിറപറ സമർപ്പിക്കും. ഉത്സവകാലത്തും മറ്റ് അഭീഷ്ട സിദ്ധിക്കുമായി ദേവിക്ക് ഭക്തർ നെല്ല്, മഞ്ഞൾ തുടങ്ങിയവ നിറപറയായി സമർപ്പിക്കുന്നു. എടുത്തു തുറക്കൽ പ്രതീകാത്മകമായ ചടങ്ങാണ്. പഴയകാലത്തെ സത്യം ചെയ്യൽ ചടങ്ങിന്റെ സ്മരണയ്ക്കായി ഇന്നും ഭക്തർ തങ്ങളുടെ നിരപരാധിത്വം ബോധിപ്പിക്കാനും നീതി ലഭിക്കാനുമായി പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ബാലചാമുണ്ഡിക്ക് തൊട്ടിലും പിള്ളയും. കുട്ടികളില്ലാത്ത ദമ്പതികൾ സന്താനലബ്ധിക്കായും കുട്ടികളുടെ ആരോഗ്യത്തിനായും ബാലചാമുണ്ഡി നടയിൽ ചെറിയ മരത്തൊട്ടിലും കുഞ്ഞിന്റെ രൂപവും സമർപ്പിക്കുന്നു. ഉത്സവ ചടങ്ങുകൾ മീനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് കരിക്കകത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ചടങ്ങുകളാണിത്. കാളിയൂട്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കാളിയൂട്ടാണ്. ദാരികവധത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ചടങ്ങിൽ ദേവിയും ദാരികനും തമ്മിലുള്ള പോരാട്ടം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. കരിക്കകം പൊങ്കാല ഉത്സവത്തിന്റെ അവസാനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം
ആയിരക്കണക്കിന് സ്ത്രീകൾ ക്ഷേത്രത്തിന് ചുറ്റും പൊങ്കാലയിടുന്നു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള പൊങ്കാലകളിൽ ഒന്നാണിത്. ഘോഷയാത്ര. തങ്കരഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കുന്ന ഘോഷയാത്ര കാണാൻ പതിനായിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടുന്നു. വർണ്ണാഭമായ ചമയങ്ങളും വാദ്യമേളങ്ങളും ഇതിന് കൊഴുപ്പേകുന്നു. ഗുരുസി. ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന തർപ്പണമാണ് ഗുരുസി. തിന്മകളെ അകറ്റി നന്മ നിലനിർത്താനായി നടത്തുന്ന അതീവ ഭക്തിനിർഭരമായ ചടങ്ങാണിത്. വാസ്തുവിദ്യ. കേരളീയ വാസ്തുവിദ്യയുടെയും ദ്രാവിഡ ശൈലിയുടെയും മിശ്രിതമായ നിർമ്മാണ രീതിയാണ് ക്ഷേത്രത്തിനുള്ളത്. നന്ദി, നമസ്കാരം.